ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ, അതായത് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണറായിട്ടുള്ള ഉർസുല വാൻഡർ ലൈൻ എന്ന് പറഞ്ഞ ലേഡി ഇന്ത്യയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും ഞാൻ കണ്ടില്ല, തലക്കെട്ടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് പരതി എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഉടനീളം നടന്നത്. ഇതിനകത്ത് 2-3 വാക്യങ്ങൾ അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാക്യങ്ങൾ പറയാം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ഇപ്പോൾ ഈ ഉർസുല വാൻഡർ പറഞ്ഞ ഈ ഒരു ലേഡി പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സ് ആർ അലൈൻഡ് എന്നാണ് പറഞ്ഞത്. പ്ലാനറ്റ്സ് ആർ അലൈൻഡ്. ഇന്ത്യ ഈസ് എ പില്ലർ ഓഫ് സെർട്ടനിറ്റി. ഇന്ത്യ ഒരു സ്ഥിരതയുടെ ഒരു പില്ലറായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് എപ്പോഴും സ്ഥിരതയാർന്ന ഒരു റിലേഷൻഷിപ്പ് എല്ലാ രാജ്യങ്ങളോടും ഉണ്ട് എന്നുള്ളതാണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വാക്യത്തിലൂടെ അവർ അർത്ഥമാക്കിയത്. അതുപോലെ തന്നെ അവരുടെ സ്വന്തം യൂറോപ്യൻ യൂണിയനെ കുറിച്ച് അവർ പറഞ്ഞത് അവിടെ ഫുള്ളി അൺസർട്ടനിറ്റി ആണെന്നാണ് പറഞ്ഞത്. അവിടെ ഇപ്പോൾ സ്ഥിരതയില്ലായ്മയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഒരു യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ആയിട്ടുള്ള വ്യക്തി അവർ തന്നെ ആ ഒരു യൂറോപ്യൻ യൂണിയനെ കുറിച്ച് അഡ്രസ്സ് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു വിസിറ്റ് ഇന്ത്യയുമായിട്ട് ഇപ്പൊ നടത്തിയ ഒരു വിസിറ്റിനെ ഒരു ലാൻഡ് മാർക്ക് വിസിറ്റ് ആയിട്ടാണ് അവർ കരുതുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയനിലെ കമ്മീഷണർ ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, അതേപോലെ UK ആയിക്കോട്ടെ, പല രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് നടത്തുന്നുണ്ട്. ഇതിനകത്ത് നാറ്റോയിൽപ്പെട്ട ഒരു 4 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 20 വർഷം ശ്രമിച്ചിട്ടാണ് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 4 നാറ്റോ രാജ്യങ്ങളുമായിട്ട് ചേർന്നുണ്ടാക്കിയത്. അത് നോർവേ ഉൾപ്പെടെയുള്ള ഒരു 4 രാജ്യങ്ങൾ, അത് യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത രാജ്യങ്ങളാണ്, നാറ്റോയിൽ മാത്രം നിൽക്കുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളുമായിട്ട് നമ്മൾ വളരെ റീസെന്റ് ആയിട്ടാണ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ ഉണ്ടാക്കിയത്. ശരി, ഇനിയിപ്പോൾ എന്താണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു വെച്ചേക്കാം. കാരണം നമ്മൾ ഇനി ഉടനീളം ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം നടക്കുമ്പോഴത്തേക്കും നമ്മൾ ചരക്ക് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇറക്കുമതി തീരുവ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് താരിഫ്, ഡ്യൂട്ടി ഉണ്ടാവില്ല, ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും. അഥവാ ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു ടാക്സും ഇല്ലാതെ ആ സാധനം, ആ കോസ്റ്റ് യൂറോപ്പിൽ എന്താണോ അതിന്റെ MRP ആ റേറ്റിൽ തന്നെ ഇന്ത്യക്കുള്ളിൽ അത് അവൈലബിൾ ആവും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഗവൺമെന്റ് ഒരു രീതിയിലുള്ള ടാക്സും അതിന്റെ മേളിൽ ചുമത്തില്ല എന്നുള്ളതാണ്. ടാക്സ് മീൻസ് GST അല്ല, ഡ്യൂട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് കസ്റ്റംസിൽ നിന്ന് ഈ കസ്റ്റംസ് പോർട്ടിൽ വന്ന് ഇറങ്ങുന്ന സാധനം ഒരു ക്ലിയറൻസ്, ഇപ്പൊ നമുക്ക് വിഴിഞ്ഞമുണ്ട്, വിഴിഞ്ഞത്ത് വന്ന് ഇറങ്ങുന്ന സാധനം ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റംസിന് ഒരു ഫീ ഉണ്ടാവും. ആ കസ്റ്റംസ് ഫീ അടച്ചിട്ടേ ആ സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന്റെ ബലത്തിൽ ഈ സാധനം കസ്റ്റംസ് ഫീ ഇല്ലാതെ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ഇതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വന്നിട്ട് അവിടേക്ക് 25%, 10%, 35% എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്. അത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ തന്നെ ചില സാധനങ്ങൾക്ക് ചില നിബന്ധനകൾ ഉണ്ടാവും. അതായത് വലിയ തോതിലുള്ള താരിഫ് അല്ല, ചെറിയ താരിഫുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ആ സാധനം നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഇതേ ഫെസിലിറ്റി ആ രാജ്യത്തിലും കിട്ടും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്ക് ഇറക്കുന്നെങ്കിൽ ഇതേ ഒരു ലോ നമുക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ സാധനങ്ങൾ നമുക്ക് കയറ്റി അയക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരു ടോപ്പ് 5 രാജ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന അമേരിക്കയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ചൈനയുമായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞാൽ റഷ്യയുമായിട്ടാണ് ചെയ്യുന്നത്. റഷ്യ കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് നോക്കുമ്പോഴാണ് അത് ആ സ്ഥാനത്തേക്ക് വരുന്നത്. അല്ലാതെ യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളായിട്ട്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളുണ്ട്. ആ 27 രാജ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ എത്താൻ പറ്റില്ല. യൂറോപ്യൻ യൂണിയൻ എന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫിഗറിൽ എത്താൻ പറ്റുള്ളൂ. അത് 2023, 2024 നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചെയ്ത ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ $190 ബില്യൺ വർത്ത് വരുന്ന കച്ചവടമാണ് നമ്മൾ ചെയ്തത്. ഇതിനകത്ത് അങ്ങോട്ട് ഇറക്കുമതിയും കയറ്റുമതിയും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, യൂറോപ്യൻ യൂണിയനിൽ, അതായത് യൂറോപ്യൻ യൂണിയനിൽ ഈ യൂറോപ്പ് മേഖലയിൽപ്പെട്ട ഈ 27 രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് 6000 കമ്പനികൾ ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല രീതിയിലും പല സെക്ടറുകളിലും. അതായത് ഈ സോളാർ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, അതേപോലെ പല മേഖലകളിൽ, ഹെവി എക്യുപ്മെന്റ്സ്, ആ മേഖലകളിലൊക്കെ പല സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ് കമ്പനികളിലൊക്കെ ആയിട്ട് പല കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ 6000 കമ്പനികൾ, യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ UK നമ്മൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് കുറെ കാലം കൊണ്ട് തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിലൊരു കൺക്ലൂഷൻ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം ഈ സ്റ്റാർമറും ഇപ്പൊ വന്നിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പൊ വീണ്ടും പുരോഗമിക്കുകയാണ്. കാരണം ഇതൊക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലായ്മയാണ്. അത് ഇന്ത്യ ഇത്തവണത്തെ ചർച്ചയിൽ ഉർസുല വാൻഡർ ലൈനിന്റെ അടുത്ത് നല്ല രീതിയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഇന്ത്യ ഇങ്ങനെ ചർച്ചകൾ മുന്നോട്ട് വന്ന സമയത്തെല്ലാം ഈ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി യൂറോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അത് തന്നെയാണ് അവർ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. ഇന്ത്യയുടെ ഒരു സെർട്ടനിറ്റിയും
യൂറോപ്യൻ കൺട്രീസിന്റെ ഒരു അൺസർട്ടനിറ്റിയുമാണ് അവരവിടെ സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ജർമ്മനി നമ്പർ 1 ആണ്, രണ്ടാമത് നെതർലാൻഡ് ആണ്, മൂന്നാമത് ഫ്രാൻസ് ആണ്. അപ്പൊ നമ്മൾ ജർമ്മനി നോക്കി കഴിഞ്ഞാൽ ജർമ്മനി ഏതാണ്ട് $26.11 ബില്യൺ വർത്തുള്ള ബിസിനസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 9.84 ബില്യൺ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ട്, 16.27 ബില്യൺ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഡെഫിസിറ്റ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളുമായിട്ടുള്ള ബിസിനസ് വളരെ ശക്തമാണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനിൽ. അതുപോലെ തന്നെ നമ്മൾ നെതർലാൻഡിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നെതർലാൻഡും ഇന്ത്യയും തമ്മിൽ 27.34 ബില്യൺ കച്ചവടം നടക്കുന്നുണ്ട്, ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുപോലെ തന്നെ അതിലും 22 ബില്യൺ നമ്മൾ അങ്ങോട്ട് കയറ്റി അയച്ചിട്ടുണ്ട്, 4.97 മാത്രമേ നമ്മൾ നെതർലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുള്ളൂ. അപ്പൊ നെതർലാൻഡിന്റെ ബിസിനസ് കുറച്ചുകൂടെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യക്ക് ഡോമിനേഷൻ തരുന്ന രീതിയിലുള്ള ട്രേഡാണ് നെതർലാൻഡിനോട് നടക്കുന്നത്. നമ്മൾ മാക്സിമം അങ്ങോട്ട് കയറ്റുമതിയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ട്രേഡ് ഡെഫിസിറ്റ് നെതർലാൻഡിന് ഏറ്റവും കൂടുതലാണ്, നമുക്കത് പ്രോഫിറ്റബിൾ ആണ്. പിന്നെ നമ്മൾ ഒരു രാജ്യം കൂടെ നോക്കിയേക്കാം, കാരണം നമ്മൾ ഇവരുടെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കുന്നുണ്ടല്ലോ, റഫേൽ ഉൾപ്പെടെ വലിയ വലിയ ട്രേഡ് ഡീലൊക്കെ നടത്തുന്ന ഫ്രാൻസ്. ട്രേഡ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് $11 ബില്യൺ വർത്ത് ബിസിനസ് നമ്മൾ ഫ്രാൻസുമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6 ബില്യൺ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്, 7 ബില്യൺ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചെറിയ ഡെഫിസിറ്റിന്റെ വ്യത്യാസമാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഫ്രാൻസുമായിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഈക്വൽ റിലേഷൻഷിപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഇതൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താണ് ചേഞ്ചസ് വരാൻ പോകുന്നത്? കാരണം ഇത്രയും നാൾ നമ്മൾ വൻതോതിലുള്ള ഇന്ത്യൻ ഡ്യൂട്ടീസ് അവർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സാധനം അങ്ങോട്ട് കയറ്റി അയക്കുമ്പോഴത്തേക്ക് അവരും അതുപോലെ ഡ്യൂട്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ട്രേഡിന്റെ വോളിയം വളരെ കുറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 2025 പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഇത് ശരിക്കും ഞാൻ ഇതിന്റെ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ടീം 2025 ഈ ഒരു നടപ്പ് വർഷത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിലയിരുത്തി റാറ്റിഫൈ ചെയ്ത് ഏത് പ്രോഡക്റ്റിന് ഏത് രീതിയിലുള്ള താരിഫുകൾ കൊടുക്കാൻ പറ്റും, ഏത് പ്രോഡക്റ്റുകൾക്കൊക്കെ താരിഫ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഒരു പൂർണ്ണ രൂപത്തിലുള്ള എഗ്രിമെന്റ് തയ്യാറാക്കി ഈ 2025 തന്നെ ഇത് പൂർത്തീകരിക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ശരിക്കും ഒരു കൺഫേംഡ് ഡിസിഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാർട്ട്ണറായിട്ട് യൂറോപ്യൻ യൂണിയനിൽ മാറിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഈ യുഎസിന്റെ ട്രംപിന്റെ ഈ ഒരു താരിഫ് ത്രെട്ട് തന്നെയാണ് അവരെ ഈ നിലയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് യാതൊരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. പിന്നെ ഇന്ത്യ അറിയാലോ, ഇന്ത്യ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. നമുക്ക് ഇന്ത്യ 2047 എന്ന് പറഞ്ഞൊരു വിഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു വിഷനുമായിട്ടാണ് ഇന്ത്യ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ബിസിനസ് ഡീലുകളും നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ട്രംപിനൊക്കെ 4 വർഷമേ ഉള്ളൂ, പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് വളരെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ആ മിനിറ്റ്സ് വായിച്ചു പോയപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കുറെ സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഇന്ത്യക്കുള്ളിൽ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൽ BMW, ബെൻസ് ഇതേപോലത്തെ കാറുകൾ, അതേപോലെ ഇലക്ട്രോണിക്സിൽ എടുത്തു കഴിഞ്ഞാൽ HP ലാപ്ടോപ്പ്, അതേപോലെ തന്നെ ഡെല്ലിന്റെ സിസ്റ്റംസ്, ഇതേപോലെ കുറെ സിസ്റ്റംസിനൊക്കെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്ലോത്ത്സിന്റെ മാനുഫാക്ചറിങ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ വില കുറവായിട്ട് കിട്ടാനുള്ള, അതായത് അവരുടെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ വില കുറച്ച് ഇവിടെ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ സർജിക്കൽ എക്യുപ്മെന്റ്സിലൊക്കെ ഒരുപാട് ഈ ഒരു യൂറോപ്യൻ പ്രോഡക്ട്സ് കടന്നു വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചീസ് ആൻഡ് ഡയറി പ്രോഡക്ട്സ്, ഈ ചീസ് ആൻഡ് ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ചീസ് ആൻഡ് ഡയറി പ്രോഡക്റ്റ്. അപ്പൊ ഈ ചീസ് ആൻഡ് ഡയറി പ്രോഡക്റ്റ് ഈ ഒരു യൂറോപ്യൻ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ മൊസറല്ല ചീസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യക്കുള്ളിൽ വളരെ കുറഞ്ഞ വിലയിൽ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഫെറാറോ റോഷെ പോലത്തെ ചോക്ലേറ്റ്സുകൾ, ഇതേപോലെ ബ്രാൻഡഡ് ചോക്ലേറ്റ്സുകളൊക്കെ ഇനി വില കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഫർണിച്ചർ മേഖലയിൽ IKEA പോലത്തെ ഷോപ്പുകളിലുള്ള ഈ ഒരു യൂറോപ്യൻ മെയ്ഡ് സാധനങ്ങളൊക്കെ വില കുറഞ്ഞ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സോളാർ പാനലുകൾ, യൂറോപ്യൻ മേഖലയിൽ ഉണ്ടാക്കപ്പെടുന്ന മാനുഫാക്ചറിംഗ് ചെയ്യപ്പെടുന്ന സോളാർ പാനലുകൾ വളരെ കുറഞ്ഞ വിലയിൽ ഇന്ത്യക്കുള്ളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് വെഹിക്കിൾ, വോക്സ് വാഗൻ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വെഹിക്കിൾസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഇന്ത്യക്കുള്ളിൽ കുറച്ചുകൂടെ വില കുറഞ്ഞ് ഏതാണ്ട് വാഹനങ്ങൾക്ക് ഏതാണ്ട് 40% വില കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, അപ്പൊ ഇത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക്, ഇന്ത്യയിലുള്ള ബ്രാൻഡുകൾക്ക്, അതേ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഇതൊരു തിരിച്ചടിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും യെസ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് തിരിച്ചടി തന്നെയാണ്, ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് വേറെ ഒരു പശ്ചാത്തലമുണ്ട്. തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷൻ ഹെൽത്തിയർ ആവാം. ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ മാനുഫാക്ചററോ അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് വില കുറച്ച് സാധനം കിട്ടും. ജർമ്മൻ ബിൽഡ് ക്വാളിറ്റിയും ഇന്ത്യൻ ബിൽഡ് ക്വാളിറ്റിയും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് വർത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ജർമ്മൻ ബിൽഡ് ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ജർമ്മൻ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആ ഒരു സാധനം കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിലുള്ള ഇതേ കാറ്റഗറിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഈ ഒരു മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ
ഇനി ഇവരുടെ ക്വാളിറ്റി, ഇവരുടെ മാനുഫാക്ചറിങ് ക്വാളിറ്റി കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ഇറക്കാനും ഇന്ത്യൻ കമ്പനികളും കൂടി ശ്രമിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കാൻ പറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് കുറച്ചുകൂടെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ ഇതിന്റെ വേറൊരു അഡ്വാൻസ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആനുകൂല്യം ഇന്ത്യക്ക് ആ മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടും, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി യൂറോപ്പിലുള്ള പ്രോഡക്റ്റിനെക്കാളും കോസ്റ്റ് കുറച്ച് നമുക്ക് യൂറോപ്പിലേക്ക് അങ്ങോട്ട് കയറ്റി അയച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് കൂടുതൽ ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം അവിടുത്തെ കോസ്റ്റിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ സാധനം അവിടെ അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പൊ നമുക്കും താരിഫില്ലല്ലോ. നമുക്കും താരിഫില്ലാത്തത് കൊണ്ട് ആ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് യൂറോപ്പിലുള്ള ആൾക്കാരുടെ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വില കുറഞ്ഞ് കൊടുക്കുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ നമ്മളുടെ വോളിയം ഓഫ് എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എക്സ്പോർട്ടിലൂടെ കൂടുതൽ വരുമാനം നേടിയെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സമഗ്രമായി മനസ്സിലാക്കാനുള്ളത്. ഈ 2025 നടപ്പ് വർഷത്തിനുള്ളിൽ തന്നെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഉറപ്പുവരുത്തും എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടിയാണ് ഈ ഒരു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ആ ഒരു മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ ഉർസുല വോണ്ടർലൈൻ എന്ന് പറഞ്ഞ ലേഡി ഇന്ത്യ വിസിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ. സമഗ്രമായ ഒരു ഐഡിയ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.